MLA സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. പുറത്താക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യവും. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിസ്സഹായാവസ്ഥ നടിക്കുന്ന കോൺഗ്രസിനോടാണ് എനിക്ക് രണ്ട് ചോദ്യങ്ങളുള്ളത്. ഒന്ന്, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് KPCCയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്, അന്ന് പാലക്കാടിൻ്റെ MLA, വടകരയുടെ MP ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്കുള്ളൊരു സുരക്ഷിതമായ നിക്ഷേപമായിരിക്കും, ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഈ മണ്ഡലത്തിലുള്ള ഒരു വോട്ടർമാർക്കും തലകുനിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. പറഞ്ഞത് ഷാഫി പറമ്പിലാണ്. പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, അന്ന് പറഞ്ഞതിൽ ഇന്ന് ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അന്ന് പാലക്കാട്ടേക്ക് അടൂരുകാരനായ പത്തനംതിട്ടയിലെ ഏതെങ്കിലും അടൂരോ കോന്നിയിലോ അതല്ലെങ്കിൽ ചെങ്ങന്നൂരോ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് പോലൊരു ഷുവർ സീറ്റിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന് പിന്നിലെ ബുദ്ധി ആരുടേതാണ്? അത് ഷാഫി പറമ്പിലിൻ്റെതാണ്. ആ ഷാഫി പറമ്പിൽ അന്ന് VD സതീശന് ഷാഫി പറമ്പിലിനോടൊപ്പമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. ആ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് അടൂരുകാരനായ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറെ പരാതികൾ അതിനു മുൻപ് തന്നെ കേട്ടു തുടങ്ങിയ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന് ഉത്തരവാദിത്വം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കു തന്നെയാണ്. ആ നേതാക്കൾക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പാലക്കാട്ടെ ജനങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ നയിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ പേരിൽ, പാലക്കാടിൻ്റെ ജനനായകനെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടണം. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ പാർട്ടിയിലുള്ളിൽ ഇല്ലല്ലോ. എങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസ് എന്താ സമരത്തിനിറങ്ങാത്തത്? എന്തുകൊണ്ടാണ് യുവജന സംഘടന സമരത്തിലിറങ്ങാത്തത്? ഇന്ന് തെരുവിൽ DYFIയും യുവമോർച്ച കാര്യം മാത്രമല്ലേ കണ്ടുള്ളൂ? എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധിക്കാത്തത്? നിങ്ങൾ ആ സ്ഥാനം രാജിവെക്കുമെന്ന് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് ആർജവത്തോടു കൂടി പറയാത്തത് എന്താണ്? ഭയമാണ്. ആ ഭയത്തിൻ്റെ കാരണമെന്താണ്? അന്ധഭയം ഇരിക്കട്ടും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറയുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇനിയും പാസ്വേഡ് കൊടുക്കാത്ത ആ ഐഫോണുകൾ ഒന്ന് തുറന്ന് പരിശോധിക്കണം. അതിലെ ലിങ്കുകൾ, അതിലെ ചാറ്റുകൾ, അതിലെ ദൃശ്യങ്ങൾ, അതിലെ ചിത്രങ്ങൾ, അത് ആർക്കൊക്കെയാണ് ഭീഷണിയായി മാറുന്നത് എന്നുള്ളത് ആ സമയത്ത് നമുക്ക് കണ്ടറിയാം. അത്രയും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. വിവരങ്ങൾ ഇനിയും വരാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് 3 എപ്പിസോഡുകളില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 20ഓളം ഇത്തരത്തിലുള്ള കഥകൾ പുറത്ത് പ്രചരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 1-2 എണ്ണം ഒരുപക്ഷെ അടുത്ത് തന്നെ വന്നേക്കാം. കാരണം ഈ അതിജീവിതമാർക്ക് കൂടുതൽ ധൈര്യം കിട്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാരണം, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നത്? എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും വിൻസെന്റ് MLAയുടെ കാര്യത്തിലും മുകേഷ് MLAയുടെ കാര്യത്തിലും ബാധകമല്ലാത്ത ഒന്നിവിടെയുണ്ട്. എന്തെന്നാൽ തുടർച്ചയായ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടാണ് ഈ ഇരകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു വേട്ടക്കാരനെ പോലെ. അതിന് MLAയുടെ സ്റ്റാറ്റസ് കൂടി ഉപയോഗിക്കുന്നു. ആദ്യം ഇവരെയൊക്കെ പീഡിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്, ഞാൻ സെലിബ്രിറ്റിയാണ് എന്ന മട്ടിലാണ്. ആ അധികാര ദുർവിനിയോഗം നടത്തിയാണ് അതായത് എങ്ങനെയാണ് അധികാര ദുർവിനിയോഗം നമുക്കിതിൽ നിർവചിക്കാൻ പറ്റുക? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ MLA പോലും ആയിട്ടില്ലെന്ന് ഓർമ്മിക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, അഥവാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന പാവപ്പെട്ട ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിലെ പിള്ളേര് അത് വ്യാജമല്ലെങ്കിൽ അല്ലാതെയെങ്കിലും തിരഞ്ഞെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പദവി ഉണ്ടല്ലോ. ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാനും യുവജന സംഘടനയെ പോഷിപ്പിക്കാനും കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ചായ കുടിച്ചാൽ അത് പ്രൈവറ്റ് സ്പേസ് അല്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് സ്പേസിലേക്ക് കൊണ്ടുപോയി ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ഉപയോഗിച്ച പദവി, അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന അധ്യക്ഷ സ്ഥാനമാണ് സാർ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ പീഡിപ്പിക്കുന്നത്. അപ്പോൾ MLA എന്ന നിലയിൽ ഇയാൾ എന്തൊക്കെ കാണിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു MLA അല്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷന് ഇത്രയും അധികം പെൺകുട്ടികളെ, ഇത്രയും അധികം യുവതികളെ പീഡിപ്പിക്കാമെങ്കിൽ MLA സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയായിരിക്കും അയാൾ ചെയ്യുക? അയാളുടെ എങ്ങനെയാണ് സൗഹൃദം സ്ഥാപിക്കുന്നത്? ഒരു ഗൂഗിൾ പേ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പേരിൽ അയച്ചു കൊടുത്താൽ അവിടേക്ക് തിരിച്ച് ഹായ് മോളൂസേ, ജാടയാണോ സുഖമാണോ എന്നാണ് ഇയാൾ ചോദിക്കുക. ഗൂഗിൾ പേ, ഈ ഒരുപക്ഷെ കേരളത്തിൽ ഗൂഗിൾ പേയുടെ ചാറ്റ്, ഇത്തരത്തിലുള്ള ചാറ്റുകൾക്ക് വേണ്ടി ഉപയോഗിച്ച ആദ്യത്തെ ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് എന്താ? തെറ്റായിപ്പോയൊരു മെസ്സേജ്, ഫ്ലിപ്കാർട്ടിൻ്റെ തെറ്റായ മെസ്സേജ് രാഹുൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ അയച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിപ്പോയി. ആ തെറ്റായ മെസ്സേജിൽ പിടിച്ചാണ് ഹായ് മോളെ സുഖമാണോ എന്ന് ചോദിച്ചു തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അയാളുടെ ഓഫീസിലേക്ക് വരുന്ന ജനങ്ങൾ, സ്ത്രീകൾ,
അവിടെ പ്രായമായവർ, പ്രായമല്ലാത്ത കുട്ടികൾ, ഇവരൊക്കെ എന്ത് വിശ്വാസത്തിലാണ് ഇനി MLA യുടെ ഓഫീസിലേക്ക് പോവുക? അധികാര ദുർവിനിയോഗം നടത്തി എന്നതിന് മുന്നിൽ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഇയാളെ MLA സ്ഥാനം രാജിവെക്കുന്നത് തന്നെയാണ് ഉചിതം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അത് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമായിരുന്നു. ഇന്നത്തെ FIS-ലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിവിൻ്റെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ചൂരൽമല മുണ്ടക്കൈ ഫണ്ട് പിരിവിൻ്റെ മറവിൽ ഈ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇയാൾ ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പണം കൊടുത്തിട്ടുണ്ട്, അത് മറ്റൊരു രീതിയിലാണ് ആ പണം കൊടുത്തിരിക്കുന്നത്. ആ ഫണ്ട് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് കൂടാരം, അവിടുത്തെ കൂടണയേണ്ട മനുഷ്യർക്ക് കൂട് ഒരുക്കി കൊടുക്കേണ്ട ആ പണം ഇയാൾ ഈ പറയുന്ന വൃത്തികേടിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടി ഒരു ദുരന്തബാധിത മേഖലയിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട പണത്തിൽ പോലും തിരിമറി നടത്തിയ ആളെ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ നിങ്ങൾ കൊണ്ടുപോവുക? ഞാൻ പറഞ്ഞില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആ FIS എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ അധികാര വീഡിയോ കൊടുത്തിട്ടില്ല കേട്ടോ. അതെ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഈ യൂത്ത് കോൺഗ്രസ് 30 വീടുകൾക്ക് കൊടുത്ത പണം കൈമാറിയിട്ടില്ല. ആ വീട് ഇതുവരെയും വീടിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തിയിട്ടില്ല. 2-3 ദിവസത്തിനുള്ളിൽ സ്ഥലമൊക്കെ കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട്. മറുഭാഗത്ത് മറ്റൊരു യുവജന സംഘടനയുണ്ട്, DYFI, 20 കോടി സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി 100 വീടിനുള്ള പണം കൈമാറി കഴിഞ്ഞു. മറുഭാഗത്ത് 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ഇതുവരെ പണം കൈമാറിയില്ലെന്ന് മാത്രമല്ല, അവർ പിരിച്ച ഫണ്ടിൽ നിന്നും ആ പണം ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുവേണ്ടി ആ പെൺകുട്ടിയെ വശീകരിക്കാൻ വേണ്ടി ആ പണം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിലും ക്രൂരമായ ഒരു കാര്യം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് ചെയ്യാൻ കഴിയുമോ? എന്നിട്ടും ആ നേതാവിൻ്റെ രാജി ആവശ്യപ്പെടുന്നില്ലെങ്കിൽ എന്ത് ധാർമ്മികതയാണുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇതിൽ ഈ പെൺകുട്ടിയെ തന്നെ ചൂഷണം ചെയ്ത് നോക്കൂ. സാമ്പത്തിക ചൂഷണത്തിൻ്റെ കഥ കൂടി മറ്റ് 2 കേസുകളിലും ഇല്ലാത്തൊരു കഥ കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അയാളുടെ കൈ കെട്ടാൻ ഫോസിലിൻ്റെ വാച്ച്, ഗാന്ധിയെ ആദരിക്കുന്ന ലാളിത്യത്തിന് മുഖമുദ്രയായ ഖദർ ധരിച്ച് നടക്കണമെന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവ നേതാവിന് 10,000-ൽ കുറയാത്ത ഫോസിൽ വാച്ച് അല്ലാതെ മറ്റൊന്നും കയ്യിൽ കയറൂല. ആ പെൺകുട്ടിയെ പരിചയപ്പെട്ട ഫോസിൽ വാച്ചിൽ വേണമെന്ന് ആവശ്യപ്പെടുക, തലയിൽ തേക്കുന്ന ഷാമ്പു മുതൽ മുഖത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളടക്കം പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വില കൂടിയ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുക, ഇട്ട് നടക്കുന്ന ചെരുപ്പ് മുതൽ ഈ ചീകി ഒതുക്കി വയ്ക്കുന്ന തലമുടി വരയിൽ ഉപയോഗിക്കാനുള്ള ഷാമ്പു വരെ പെൺകുട്ടിയിൽ നിന്ന് ഊറ്റി ജീവിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും അധികാര സ്ഥാനത്ത് തുടരുമ്പോൾ, ഇത്രയും അധികം സ്വാധീനശേഷിയുള്ള ഒരാളായിട്ട് തുടരുമ്പോൾ എത്ര മാത്രമായിരിക്കും അയാൾ നടത്തുന്ന വെട്ടിപ്പുകളെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അധികാര ദുർവിനിയോഗം, സാമ്പത്തിക ചൂഷണം, ഒപ്പം തന്നെ ഇയാളിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ, യൂത്ത് കോൺഗ്രസ് തന്നെ ഇയാളുടെ രാജി ആവശ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. DYFI ആവശ്യപ്പെടുന്നത് പോലെ, യുവമോർച്ച ആവശ്യപ്പെടുന്നത് പോലെ, കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് തന്നെ ഇയാളുടെ രാജി ആവശ്യപ്പെടണം. കാരണം he is no more a Congress. He doesn't deserve to be called as a congressman. അയാൾ കോൺഗ്രസിലെ മനുഷ്യനാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് വിളിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ് ഇയാൾ എന്നുള്ളത് ഇതിനകം തന്നെ വെളിവാക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും അയാളുടെ രാജി ആവശ്യപ്പെട്ട് നിരത്തിലിറങ്ങുക എന്നതാണ് ഇനിയെങ്കിലും ഈ പൊതുജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ചെയ്യുക. പിന്നെ മാതൃകാപരമായ കാര്യം, അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഈ പരാതികൾ KSU കാലഘട്ടം മുതൽ ഇയാൾക്കെതിരെയുള്ള പരാതികൾ നേതാക്കന്മാരുടെ ചെവികളിൽ ഉണ്ടായിരുന്നിട്ടും ഇയാൾക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കൊടുത്തത്, ഇയാളെ പാർലമെന്ററി പദവിയിലേക്ക് കൊണ്ടുവന്നത്, MLA സ്ഥാനം കൊടുത്തത്, ഇയാളെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിലനിർത്തിയത്, ഭാവിയിലെ ഇൻവെസ്റ്റ്മെന്റ് ആകുമെന്ന് പറഞ്ഞത്, കീ ക്യാമ്പയിനറാക്കി മാറ്റിയത്, ടെലിവിഷൻ സ്പോക്ക് പേഴ്സണാക്കി മാറ്റിയതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഈ പറയുന്ന നേതാക്കൾക്കുണ്ട് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. Meet the editors.